അഞ്ജലിയെ വിട്ടു പോവാൻ മനസ്സ് വരണില്ലടാ. പക്ഷെ പോവാതിരിക്കാനും പറ്റൂല. ആ താടിത്തണ്ടി എല്ലാ അഞ്ജലിനെ വിളിച്ചു പറഞ്ഞ് കൊളാക്കും. അവളുടെ കാര്യത്തിൽ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. അല്ലണ്ണ, അതിനു മുമ്പ് അണ്ണൻ അഞ്ജലി ചേച്ചി എല്ലാവരും തുറന്നു പറഞ്ഞാ പോരെ? പറയണം, എല്ലാം പറയണം. പക്ഷെ ഇപ്പോഴല്ല. എൻ്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. പൊതുവാൾ മാഷ് എതിർത്താലും അവൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പ് വരണം. നരൻ, ഞാൻ വീണ്ടും പറയാ, ഒരു കാരണവശാലും അദ്ദേഹത്തോട് നോ പറയരുത്. അഞ്ജലി പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. ആനന്ദ് വർമ്മയെ പോലെ ഒരാൾ ഇങ്ങോട്ട് തന്ന ഓഫറാണിത്. ഇന്നലെ തന്നെ വളരെ ഹാർഷായിട്ടാണ് നരൻ അദ്ദേഹത്തോട് പെരുമാറിയത്. അങ്ങനെന്താ എൻ്റെ ഇമോഷൻ? ഓക്കെ, ശരിയാണ്. ഞാൻ ഇന്നലെ ഇത്തിരി മോശമായിട്ടാണ് പെരുമാറിയത്. അത് അഞ്ജലിക്ക് വിഷമമെന്ന് എനിക്ക് മനസ്സിലായി. അതിന് മാപ്പ് പറയാൻ പോയത് ഇപ്പൊ കുഴപ്പമായത്. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അവിടെ പോയി ജോയിൻ ചെയ്യണം. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറുന്നത്. അത് അഞ്ജലി പറഞ്ഞുകൊണ്ട് മാത്രം. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പോവാണ്. ഇത് നീ പറഞ്ഞ പോലെ തയ്യാറാക്കിയ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, നിന്റെയും കൂട്ടുകാരൻ്റെയും ട്രാവൽ ഡോക്യുമെന്റ്സ്, കുറച്ച് പണം. ഇതൊക്കെ ഒറിജിനൽ അല്ലേ സാർ? സോറി, ആരെയും വിശ്വസിക്കാൻ പറ്റില്ലേ. അഡിയോസ് ഹസ്ത ല വിസ്ത. തെറിയൊന്നല്ലേ സാർ? സ്പാനിഷിൽ ഞാൻ സി യു എന്ന് പറഞ്ഞാണ്. എനിക്ക് നിന്നിൽ കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അത് അസ്ഥാനത്താക്കരുത്. സോറി സാർ, മറ്റത് പറഞ്ഞ ഞാൻ പോയെന്നെ. എന്ത്? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ദുബായില് നമ്മൾ ദുബായിൽ അടിച്ചു പൊളിക്കുന്നു. ദേവിക വർമ്മയെ പൊളിച്ചെടുക്കുന്നു. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഐ എം സത്യനാരായൺ. ആ പോയതാണ് ദേവിക വർമ്മ. ആ താടി വർമ്മയെ പടിയടച്ച് പിണ്ടം വെച്ച് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ബിസിനസ് സാമ്രാജ്യം കൈക്കലാക്കി തീരെ വരും. അണ്ണാ, ഇനി അതുകൂടെ നമുക്കടിച്ചു പറ്റാല്ലേ? സോറി അണ്ണാ, ഞാൻ അണ്ണന്റെ പോലെ അല്ലതാ. നമ്മുടെ മനസ്സിൽ കള്ളം നിൽക്കൂലേ? ഹെർബൽ മിഷാർ ഹിന്ദേ. അവരൊക്കെ എവിടെയെന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അകത്തേക്ക് ചെല്ല അറബി പറഞ്ഞതാ. നിങ്ങൾക്ക് മലയാളം അറിയാമോ? അറിയാ. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ പോരെ? പക്ഷെ അറബി അറിയാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അറബിയിലെ സംസാരിക്കും. എന്താ അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. അല്ല, ഓർക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. അല്ല, നിങ്ങൾക്ക് അറബിയിൽ ഭയങ്കര ഞാനുണ്ടല്ലോ. മദ്രസയിൽ ഉസ്താദേ. എല്ലാത്തിലും ഉസ്താദാണ്. ബൈ ദ വേ, മാഡം എങ്ങനെയാണ്? കശ്മീകൃത മനസ്കൃതയാണോ? എന്ത്? സംസ്കൃതം അറിയില്ല? ഇല്ല. പൂവർ മാൻ. മാഡം എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫ്രണ്ട്ലിയാണ്. ബാക്ക് നോക്കുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലിയാ. പക്ഷെ മുന്നിൽ ചെന്നാ ബ്രൂസ്ലിയാ. മനസ്സിലായില്ല? മനസ്സിലാക്കാൻ പോണല്ലോ. ചെല്ല്. How dare you give me such lame excuses? What were you doing all this while? എന്തേ? ആരെയോ മാഡം വഴക്ക് പറയാ. അയ്യോ, അത് വഴക്ക് പറഞ്ഞൊന്നുമല്ല, മാഡം സ്നേഹത്തോടെ സംസാരിക്കുന്ന. Fix this now, Marina. Sure, you won't have a next time. Now get lost. Sorry, ma'am. Yes. Good morning, madam. What's the matter? I'm Satyanarayan. 1 second. Zip got jammed. 1 minute, if you don't mind. സോറി, പുതിയത് വാങ്ങിച്ചരാം. നാട്ടിൽ 2 രൂപയേ ഉള്ളൂ. Hey, mister. ഇപ്പഴാ സിബ് ഓപ്പൺ ആയത്. ഓ ഗോഡ്, ബാൻഡിന്റെ സിബ് ആയി പോയി. Excuse me. അപ്പോയിന്റ്മെന്റ് ലെറ്റർ. No way. You are not going to join here. And I have not sent you an appointment letter. How could you say that, madam? This is an appointment letter duly signed by Mr. Anand Varma. ഈ കമ്പനി ആനന്ദവർമ്മയുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല. That's none of my business. 6 മാസത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും വർമ്മ ഡിസൈൻസ് ജോയിൻ ചെയ്യാന്നുള്ള ക്ലോസ് വെച്ചിരിക്കുന്നുണ്ട്. ആനന്ദ് വർമ്മയുടെ കാര്യം ഇവിടെ തർക്ക വിഷയമല്ല. ആവശ്യത്തിലേറെ യോഗ്യതകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ACS, LLM, LLB, MBA ഇതൊക്കെ ഞാൻ നേടിയ വിദേശ സർട്ടിഫിക്കറ്റുകളാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, മൊണ്ടക്കി യൂണിവേഴ്സിറ്റി, മിഷിഗൻ യൂണിവേഴ്സിറ്റി, എക്സെട്ര. പിന്നെ ഇത് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ കോൺട്രാക്ട് പീരീഡ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫേമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ കൊടുത്ത കോമ്പൻസേഷൻ ഡീറ്റെയിൽസ്. I am not responsible for what Anand Varma did. മാഡം, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഞാൻ കേസ് ഫയൽ ചെയ്താൽ മില്യൺസ് ആൻഡ് ബില്യൺസ് നിങ്ങൾ എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരും. You may please take your leave right now. ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഇറങ്ങി പോടാ അവിടുന്ന്. പിടിച്ച് പുറത്താക്കണോ ഇയാളെ? ഏയ്, പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്.
നിങ്ങളുടെ ഓഫീസിലിട്ട് ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കാനാ. Look at this. ഇത് കുമ്പളങ്ങി അമ്പലത്തിലെ കൊടിമര പ്രതിഷ്ഠയുടെ നോട്ടീസ് അല്ല. 6 മാസം മുമ്പ് ഈ സ്ഥാപനത്തിലെ തലവനായ ആനന്ദ് വർമ്മ ഒപ്പും സീലും വെച്ച് ലെറ്റർ പാഡിൽ അടിച്ചു തന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആണ്. അതിനുശേഷം അങ്ങേരെ ഇവര് തലാക്ക് ചൊല്ലിയോ താടി പിടിപ്പിച്ചോ തല്ലിക്കുന്നോ എന്ന് എന്റെ വിഷയമല്ല. നിങ്ങൾക്കൊരു സത്യം അറിയൂ, ഇവരുടെ പഴയ കെട്ടിയോൻ വർമ്മ കാർ തരാൻ, കോട്ടേഴ്സ് തരാൻ, കുക്കിനെ തരാന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാ നാട്ടിൽ അമ്പോറ്റ പണി കളഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വിമാനം കയറിയത്. എന്നിട്ട് ഒരുമാതിരി ഉണ്ണാൻ പിടിച്ചിട്ട് തുണി വെക്കി കാണിക്കുന്ന പരിപാടി എന്നോട് കാണിക്കരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ, ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് എന്റെ ജീവൻ പോയാലും ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തുടങ്ങുന്നു. പ്രിന്റ് ചെയ്തിട്ടുണ്ടായില്ല. If I ever see a shadow in this office, I will kick the shit out of you, rascal! സോറി പെങ്ങളെ, ബുള്ളറ്റിനാണേ. കിടന്നോളൂ, ഗുഡ് നൈറ്റ്. ഞാൻ ബുർജ് ഖലീഫയുടെ താഴെ എത്തിയ കരിമ്പന കാലുകൾ. കുണ്ടിക്ക് വെടി വെച്ച ദുബായിൽ കേസില്ല, ധൈര്യമായിട്ട് വെച്ചോ. അയ്യോ ഇനി വെക്കണ്ട, റിസ്ക്. ഈ പെട്ടമണിക്ക് ഒന്നുമില്ലാത്തത് എന്റെ ഭാഗ്യം. മിസ്സിസ് ദേവിക വർമ്മ. Don't call me Devika Verma. Call me Devika. സോറി ദേവിക, ഞാൻ വന്നത് അയാൾ ലീഗലി മൂവ് ചെയ്താൽ നമ്മൾ കുരുക്കിലാവും. എന്ത് കുരുക്കും? ഒരു കുരുക്കൂല, പോയി ചാവട്ടെ മാഡം. മാഡം, അയാളെ അപ്പോയിന്റ് ചെയ്ത് വർമ്മ സാറാണ്. ഒരു ലീഗൽ ഡിസ്പ്യൂട്ട് വന്നാൽ തീർച്ചയായും വർമ്മ സാറോ അയാളോടൊപ്പം നിൽക്കും. എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു തന്നെ കമ്പനിയിലെ കാലാകാലം തീറ്റി പോറ്റണമെന്നാണ് പ്രസാദ് പറയുന്നത്? അയ്യാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. കുമാർ, ഒരിക്കലുമില്ല മാഡം. ഓഫർ ചെയ്തിട്ട് കൊടുക്കാതിരുന്നാലേ പ്രശ്നം ഉണ്ടാവും. ജോലി കൊടുത്തിട്ട് പറഞ്ഞുവിടാൻ നമുക്ക് അവരുടെ സമ്മതം വേണ്ടല്ലോ. അത് കറക്റ്റാ. എടുത്താ പൊങ്ങാത്ത ജോലി കൊടുത്ത് നാറ്റിച്ച് വിട്ടാ മതി. Hello Dubai! What's the color of life? They say black and white. Magic is gonna change the color of your life. Blue! Watch! And yellow! അണ്ണികൾ കൊള്ളട്ടാ, ടകടകെന്നോണ്ടല്ലേ ഡ്രസ്സിന്റെ കളറൊക്കെ മാറ്റണത്. ഈ ട്രിക്ക് ഒന്ന് പഠിപ്പിച്ചു ചോദിക്കായിരുന്നല്ലേ? എന്തിന്? അല്ല, ഒരു ഷഡ്ഡി പഠിച്ച പോലെ എല്ലാ ദിവസം പോലെ അവരെ കളറായിട്ട് മാറ്റി വേണ്ടിട്ടല്ല അല്ലേ? അതിനിപ്പോ മാജിക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഷഡ്ഡി തന്നെ ഒരാഴ്ച ഉപയോഗിച്ചാൽ മതി, കളറൊക്കെ തന്നെ മാറിക്കോളും. Magician Parker. മിസ്റ്റർ പോക്കർ, nice. മേരാ തൊലി വെളുക്കൽ കെ ലിയേ കോയി മാജിക് ഹേ മാലൂ? വെറുതെ തൂങ്ങളുടെ കണ്ണാലി ജീവിച്ച് പോട്ട ചെവി. അല്ല, നിങ്ങൾ മലയാളിയാണോ? ബായുടെ ബിവറേജ് എവിടെ ഉള്ളത്? ഏയ്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? പോക്കറേട്ടാ, ഇക്കൊന്ന് അണ്ണൻ തുടിപ്പിച്ചേണ്ടേ? എന്തുട്ടൊക്കെ കാണിക്കണേ, അതാ കൂടുതൽ വെച്ചേ. അണ്ണൻ നമ്മ ദുബായ് തന്നെയാണല്ലേ, വല്ല തൃശ്ശൂർ റൗണ്ടിലാ വെള്ളപ്പണ്ടാറ്റെന്ന് തോന്നുന്നു. മേഡം സത്യനാരായണനും കൂട്ടി ചെല്ലാൻ പറഞ്ഞു. എന്തിന്? നിർത്തി വെടിവെക്കാനോ അതോ ഓടിച്ചിട്ട് വെടിവെക്കാനോ? അയ്യോ, ജോയിൻ ചെയ്യേ. By the way, I am പുഷ്പകുമാർ. You can call me കുമാർ. നോ, ഐ വിൽ കോൾ യു പുഷ്പു. അല്ല പുഷ്പു, നിങ്ങൾ എങ്ങനെയാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത്? അത് വലിയൊരു കഥയാ. ആഹാ. എന്റെ ഭാര്യ ഇവരെ ഫാക്ടറിയിലെ ഈ ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിന്റെ ഇൻചാർജ് ചെയ്യുന്നു. ഒരു ദിവസം ക്രീം വെന്തോന്ന് ഈ അണ്ടാവിലേക്ക് തലയിട്ട് നോക്കും, തലകുത്തി വീണ് ക്രീം കുടിച്ച് മരിച്ചു. ആ സിമ്പതിയിൽ എനിക്കിവിടെ ജോലി കിട്ടിയേ. ആ പിന്നെ നിങ്ങൾക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അടയ്ക്കാമടേഷനാ? അടയ്ക്കാമടേ? ആരുടെ കട? എന്താ അടക്കണ കാര്യം? അത് ഈ ശാപ്പാടും ഭക്ഷണം കമ്പനി ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോവില്ല. പെരുന്നുണപ്പുഴ താണ്ടി ഞാൻ നിൻ കടവിൽ തുഴഞ്ഞു വന്നു ഇന്നലെ.